ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത്. പക്ഷെ രാജ്യവ്യാപകമായി ഈ ഒരു മതരാഷ്ട്ര ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനഃപൂർവമായ ശ്രമമാണ്. ഇത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ്. അപ്പോ പള്ളികൾ തേടി എന്നിട്ട് അത് പൊളിച്ച് അതിനൊരു ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട് കേരളത്തിലും തുടങ്ങിയല്ലോ. തൃശ്ശൂരില് ക്രിസ്ത്യൻ പള്ളി പല അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഹീനമായ ആക്രമണങ്ങളാണ്. കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. അത് ഒരു സെക്കൻഡ് കൂടി, ഇത് നടത്തുന്നത് ആര് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായ പ്രശ്നം. ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ മതപരമായ വികാരം കുത്തിയിളക്കി അതിന്റെ പ്രചാരകനായി ഈ രാജ്യം മുഴുവൻ നടക്കുന്നത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നിർഭാഗ്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു മതേതരത്വം ഉണ്ടാക്കിയ ഒരു രാജ്യത്ത് അതിനെ തകർക്കാൻ വേണ്ടി മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാൻ ഒരു പ്രധാനമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ നിങ്ങളത് വളരെ കെയർ എടുക്കേണ്ട വിഷയമാണ്. ജന മനസ്സിലേക്ക് എത്തിക്കേണ്ട വിഷയമാണിത്. ഒരു പ്രധാനമന്ത്രി അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കുകയാണ്. അവിടെ അമ്പലമുണ്ട്, ഇവിടെ അമ്പലം ഉണ്ടാക്കണം, ലോകം മുഴുവൻ അമ്പലം ഉണ്ടാക്കാൻ പോവാണ് പുള്ളി. എന്ത് പ്രധാനമന്ത്രിയാണിത്? എന്ത് മതേതരത്താണ് ഇവിടെ? ഏത് മതേതരത്വത്തിന്റെ കാവൽ പഠനമായി ഈ പ്രധാനമന്ത്രി? ആലോചിക്കണ്ടേ? +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉണ്ടാക്കിയ ദുരിതപൂർണമായ ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ്, വിതുമ്പലുകളാണ്. മനുഷ്യൻ ജീവിക്കാൻ പ്രയാസപ്പെടുന്നതിൻ്റെ സങ്കടങ്ങളും കഥകളുമാണ് അവിടെ വിവരിക്കപ്പെടുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാധാരണക്കാർ അനുഭവിക്കുന്നതിൻ്റെ ഒരു നേർചിത്രം എന്താണ് എന്ന് ആ ജനകീയ ചർച്ചാ സദസ്സുകളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞു, കേരളം തകർത്ത് തരിപ്പണമാക്കിയവർ സാമ്പത്തികമായി. ഇന്നലെ നിയമസഭയുടെ ടേബിളിൽ 2022 വരെ പൂർത്തിയാക്കിയ സാമ്പത്തിക വർഷത്തിലെ C&Gയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചു. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ 5-6 വർഷക്കാലമായി പ്രതിവർഷം നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. 25,874 കോടി രൂപ മറച്ചു വെച്ചു എന്നാണ് കണക്കിൽ നിന്ന്. എങ്ങനെയാ? ബജറ്റിന് പുറത്ത് കിഫ്ബി ഉണ്ടാക്കി, പെൻഷൻ കമ്പനി ഉണ്ടാക്കി, 25,874 കോടി രൂപ ഇവിടെ കടമുണ്ടാക്കി, അധിക ബാധ്യത ഉണ്ടാക്കി. എന്നിട്ട് ആ അധിക ബാധ്യത കടം തീർക്കുന്നത് എങ്ങനെയാ? കടം തീർക്കുന്നത് ബജറ്റിൽ നിന്ന്. അപ്പൊ കടമെടുപ്പാണ് യഥാർത്ഥത്തിൽ. അത് ഞങ്ങൾ പറഞ്ഞു, ഇത് അപകടം ചെയ്യും. ഇതൊരു അവസാന സമയമാകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കും. ആ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ സാഹചര്യമാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ആ തുക മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത് നിയമമാണ്. സംസ്ഥാന നിയമസഭ അടക്കം പാസാക്കിയ നിയമത്തിന്റെ ലംഘനമായിട്ടാണ് ഈ കിഫ്ബിയുടെ. കിഫ്ബി ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല. വരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ട് അതുണ്ടാക്കി വെക്കുന്ന നഷ്ടം നികത്തേണ്ടത് ആരാ? സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന്, സഞ്ചിത നിധിയിൽ നിന്ന് പണം എടുത്തിട്ടാണ് നികത്തുന്നത്. അപ്പൊ പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിട്ട് ആവർത്തിക്കുകയാണ് C&G റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തെ സാമ്പത്തികമായി ഇത്രയും വലിയൊരു തകർന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. നിങ്ങൾ അറിയണം, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റും ഈ വർഷത്തെ ബഡ്ജറ്റിന്റെയും ഇടയിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 1 പ്രാവശ്യം വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി, എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി. അവസാനം വിലക്കയറ്റമുണ്ടായി, രൂക്ഷമായ വിലക്കയറ്റമുണ്ടായി. അപ്പോൾ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യർ ജീവിക്കുകയാണ്. ജപ്തി നടപടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ്. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ്.
ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുക. ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെന്റ് തകർത്ത് കളഞ്ഞത്. 3000 കോടി രൂപയുടെ നഷ്ടമാണ്. സപ്ലൈകോയിൽ ഒരു സാധനവുമില്ല. 13 സബ്സിഡി കൊടുക്കേണ്ട 13 നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാണ് കൊടുത്തത്. അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത്. എന്നിട്ട് ഇപ്പോ പകുതിയാക്കി സബ്സിഡി കുറച്ചിരിക്കുന്നു. അപ്പൊ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും. അതിന്റെ പ്രതിഫലനം പൊതുമാർക്കറ്റിൽ ഉണ്ടാവും. അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പൊ ഇവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അടിയന്തിരമായി സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണം.